ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ മാത്രേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും പാദനമസ്കാരം. നമ്മളിനിയും ഒന്നാമത്തെ അധ്യായം തന്നെയാണ് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അസുരഥ രാജാവ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി മഹർഷി പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുരഥ രാജാവിന് വീണ്ടും സംശയം ഉണ്ടായി. ഈ ദേവി എങ്ങനെയാണ് എല്ലാവരെയും മോഹിപ്പിക്കുന്നതെന്ന്. അങ്ങനെ അതിനെ തുടർന്ന് ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് മഹർഷി പറയുന്ന മറുപടിയാണ് ഇനി നമുക്ക് നോക്കുവാനായിട്ടുള്ളത്. ശ്ലോകത്തിലേക്ക് കടക്കാം. ഋഷിരുവാച നിത്യൈവ സാ ജഗത് നിത്യൈവ സാ ജഗന്മൂർത്തിസ്തയാ സർവമിദം തതം തഥാപി തത്സമുത്പത്തിർബഹുധാ ശ്രൂയതാം മമ. നിത്യ ഏവ സ ജഗന്മൂർത്തിസ്തയാ സർവമിദം തതം. തയാ ജഗന്മൂർത്തി, തയാ എന്ന് പറഞ്ഞാൽ ആ ജഗന്മൂർത്തിയായിട്ടുള്ള ദേവി, മഹാദേവി, മഹാമായ ദേവി നിത്യയേവ, നിത്യയാണ്. അതായത് ജനന മരണങ്ങൾക്ക് അതീതമായിട്ടുള്ളതിനെയാണ് നിത്യമായിട്ടുള്ളത്, നിത്യയാണ് എന്ന് പറയുന്നത്. ഇവിടെ അമ്മയ്ക്ക് ഉത്ഭവവുമില്ല അവസാനവുമില്ല. സർവമിദം തതം തഥാപി തത് സമുത്പത്തിർ ബഹുധാ ശ്രൂയതാം മമ. സർവമിദം, ആ ഭഗവതിയുടെ സ്വഭാവ സ്വരൂപാദികളുടെയും അതുപോലെ സമുൽപ്പത്തി പ്രകാരങ്ങളുടെയും എല്ലാം സർവ്വതിനെയും കുറിച്ചും ഞാൻ തഥാപി തത് സമുത്പത്തിർ, ആ സമുത്പത്തിയെക്കുറിച്ചും എല്ലാം തന്നെ ഞാൻ ബഹുധാ ശ്രൂയതാം മമ, ഞാൻ എല്ലാം പറഞ്ഞു തരാം. എല്ലാം അമ്മയുടെ ഈ ഉൽപ്പത്തി നാശങ്ങളില്ലാത്ത ജഗത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനം പോലും അമ്മയിലാണ്. അമ്മയ്ക്ക് സ്വയമേവ ഉൽപ്പത്തി ഇല്ല എങ്കിലും സർവ്വതിൻ്റെയും ഉൽപ്പത്തി സ്ഥാനം എന്ന് പറയുന്നത് ഭഗവതി തന്നെയാണ്. ഈ ലോകം മുഴുവനും ഭഗവതിയാൽ വ്യാപ്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാര്യരൂപമായിട്ടുള്ള ഈ ജഗത്തിൽ കാരണരൂപേണ വ്യാപ്തമായിരിക്കുന്ന ആ അമ്മയുടെ സർവ ഉൽപ്പത്തി പ്രകാരങ്ങളെയും ഞാൻ പറഞ്ഞു തരാം. അല്ലയോ മഹാരാജാവെ, അങ്ങ് കേട്ടാലും. അടുത്ത ശ്ലോകം. ദേവാനാം കാര്യസിദ്ധ്യർത്ഥമാവിർഭവതി സാ യഥാ ഉത്പന്നേതി തദാലോകേ സ നിത്യാപ്യഭിധീയതേ. ദേവാനാം കാര്യസിദ്ധ്യർത്ഥം ആവിർഭവതി സാ യഥാ. യഥാ എപ്പോഴൊക്കെയാണോ ദേവന്മാർക്ക് ആവശ്യമുണ്ടാകുന്നത്, ദേവകാര്യത്തിൻ്റെ സിദ്ധിക്കായിക്കൊണ്ട് അത് സാധിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവിർഭവതി സ, അമ്മ, സ എന്ന് പറഞ്ഞാൽ ഇവിടെ അവൾ, അമ്മ ജഗദംബിക ഉത്ഭവിക്കുന്നു അഥവാ പ്രത്യക്ഷപ്പെടുന്നു. ഉത്ഭവിക്കുന്നു എന്ന് പറയുക വയ്യ, അത് പുതിയതായിട്ടുണ്ടാകുന്ന ഒന്നല്ല, അത് പ്രത്യക്ഷപ്പെടുന്നു. ദേവിയുടെ സാന്നിധ്യം പ്രത്യക്ഷത്തിൽ അറിയാൻ കഴിയുന്നു. ഉത്പന്നേതി തഥാലോകേ സ നിത്യാപ്യഭിധീയതേ. ഇവിടെ ഉൽപ്പന്നേതി തഥാലോകേ, ഇവിടെ പ്രത്യക്ഷപ്പെടുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നതിനെ നമ്മെ ബാധിച്ചിരിക്കുന്ന ആ ഒരു മായാപ്രഭാവത്താൽ ഉൽപ്പത്തി വിനാശങ്ങളായി പറയുന്നു എന്നല്ലാതെ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ജഗദംബിക നിത്യയായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ശ്ലോകം. യോഗനിദ്രാം യഥാ വിഷ്ണുർജഗത്യോകാർണവീകൃതേ
ആസ്തീര്യശേഷമഭജത് കൽപ്പാന്തേ ഭഗവാൻ പ്രഭോ. യോഗനിദ്രാം യഥാ വിഷ്ണുർ ജഗത്യേകാർണവീകൃതേ എപ്പോഴാണോ ആ ശ്രീഹരി ഭഗവാൻ യോഗനിദ്രയെ പ്രാപിക്കുന്നത്, അഥവാ ആ കൽപ്പാന്തകാലത്തിൽ, ഒരു കൽപ്പത്തിൻ്റെ അവസാന കാലത്തിൽ, ആ മഹാപ്രളയ സമുദ്രത്തിൽ ഭഗവാൻ യോഗനിദ്രയെ പ്രാപിക്കുന്ന സമയത്ത് ആസ്തീര്യ ശേഷമഭജത് കൽപ്പാന്തേ ഭഗവാൻ പ്രഭോ. ആ കൽപ്പാന്ത്യത്തിൽ, ഒരു കൽപ്പത്തിൻ്റെ അവസാനത്തിൽ അനന്തൻ എന്ന നാഗത്തെ മെത്തയാക്കിക്കൊണ്ട് ആ പ്രഭുവായ ഭഗവാൻ ആ കൽപ്പാന്തകാലത്തിൽ യോഗനിദ്രയെ പ്രാപിച്ചു. ഇനി പറയുകയാണ്, അമ്മയുടെ ആ ഉൽപ്പത്തിയാണ് ഇനി അങ്ങോട്ട് വർണ്ണിക്കുന്നത്. ഉൽപ്പത്തിയല്ലേ, അമ്മയുടെ ആ ഒരു പ്രത്യക്ഷ ഭാവം എപ്പോഴാണോ അനുഭവപ്പെടുന്നത് എന്ന് പറയാണ്. അതായത് അമ്മ തൻ്റെ മായാവൈഭവം കൊണ്ട് ഭഗവാനെ മോഹിപ്പിച്ചു എന്ന് പറഞ്ഞുവല്ലോ, അത് എപ്പോഴാണ്, എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. തഥാ ദ്വാവസുരൗ ഘോരൗ വിഖ്യാതൗ മധുകൈടഭൗ വിഷ്ണു കർണമലോദ്ഭൂതൗ ഹന്തും ബ്രഹ്മാണമുദ്യതൗ. അങ്ങനെ ഭഗവാൻ യോഗനിദ്രയെ പ്രാപിച്ച സമയത്ത് തഥാ അപ്പോൾ ദ്വാവസുരൗ ഘോരൗ, ദ്വൗ അസുരൗ ഘോരൗ, ദ്വൗ എന്നാൽ രണ്ട്, അസുരൗ എന്നുള്ളത് ആ ഔ മാത്ര വരുന്നത് രണ്ടിനെ കാണിക്കാനാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഘോരന്മാരായ രണ്ട് അസുരന്മാര് വിഖ്യാതവും മധുകൈടഭൗ, മധുവെന്നും കൈടഭനെന്നും പേരുള്ളതായിട്ടുള്ള വിഖ്യാതവും അറിയപ്പെടുന്നതായിട്ടുള്ള രണ്ട് ഘോര അസുരന്മാര്, മഹാ അസുരന്മാര് വിഷ്ണു കർണമലോദ്ഭൂതൗ ഹന്തും ബ്രഹ്മാണമുദ്യതൗ. അവർ വിഷ്ണു കർണമലോദ്ഭൂതൗ, വിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്നും ഉണ്ടായതാണ് വൃഷ്ണ കർണമല ഉദ്ഭൂതൗ, അവിടെ നിന്നും ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ഈ രണ്ട് അസുരന്മാര്, മധുവെന്നും കൈടഭനെന്നും പേരുള്ളതായിട്ടുള്ള രണ്ട് മഹാ അസുരന്മാര് ഹന്തും ബ്രഹ്മാണമുദ്യതൗ, ബ്രഹ്മാവിനെ നിഗ്രഹിക്കുന്നതിനായിട്ട്, ഹന്തും എന്ന് പറഞ്ഞാൽ വധിക്കുന്നതിനായിട്ട്, ഉദ്യതൗ പുറപ്പെട്ടു, ഒരുമ്പെട്ടു. ആ കഥയാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. ആ സുമേധസ് എന്ന് പറയുന്ന ബ്രാഹ്മണൻ പറഞ്ഞു കൊടുക്കുകയാണ് കഥ, ദേവി ഇവിടെ പ്രത്യക്ഷപ്പെടാൻ കാരണമായ കഥ. അപ്പോൾ ആദ്യത്തെ കഥ മധുവെന്നും കൈടഭൻ എന്നും പറയുന്ന രണ്ട് അസുരന്മാരുടെ കഥയാണ്. അവരുടെ ഉൽപ്പത്തിയാണ് പറഞ്ഞത്, എപ്പോഴാണ് ഉണ്ടായതെന്നും എവിടെ നിന്നാണ് ഉണ്ടായതെന്നുമാണ് പറഞ്ഞത് ആദ്യം. അതിനുശേഷം പറയുകയാണ്, തുഷ്ടാവ യോഗനിദ്രാം താം ഏകാഗ്രഹൃദയസ്ഥിത വിബോധനാർത്ഥായ ഹരേർ ഹരിനേത്രകൃതാലയാം. തുഷ്ടാവ യോഗനിദ്രാം താം ഏകാഗ്രഹൃദയസ്ഥിത. തുഷ്ടാവ എന്ന് പറഞ്ഞാൽ വളരെ ക്ഷമിക്കണം, ഇടയ്ക്ക് നമ്മളൊരു ശ്ലോകം വിട്ടുപോയിട്ടുണ്ട്. സനാഭി കമലേ വിഷ്ണു സ്ഥിതോ ബ്രഹ്മ പ്രജാപതി ദൃഷ്ട്വാദാവസുരൗചോഗ്രൗ പ്രസുപ്തം ച ജനാർദ്ദനം. ഇവിടെ ആ ഭഗവാന്റെ നാഭികമലത്തിൽ, നാഭികമലേ വിഷ്ണു സ്ഥിത ബ്രഹ്മ പ്രജാപതി, ആ ബ്രഹ്മാവ്, ഭഗവാന്റെ നാഭികമലത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ബ്രഹ്മാവ്, ദൃഷ്ട്വാദാവ് അസുരൗചോഗ്രൗ, ദൃഷ്ട്വാ തൗ അസുരൗ, ആ രണ്ട് അസുരന്മാരെ കണ്ടിട്ട്, ദൃഷ്ട്വ കണ്ടിട്ട്, ചോഗ്രൗ ച ഉഗ്രൗ ആണ് ചോഗ്രൗ, ആ ഉഗ്രന്മാരായിട്ടുള്ള രണ്ട് അസുരന്മാരെ കണ്ടിട്ട്, പ്രസുപ്തം ച ജനാർദ്ദനം, ഭഗവാനെ അവിടുത്തെ ഒന്ന്, ബ്രഹ്മാവ് തൻ്റെ രക്ഷകനായിട്ടുള്ള ആശ്രയസ്ഥാനമായിട്ടുള്ള അവിടുത്തെ ഒന്ന് നോക്കിയല്ലോ. അപ്പോൾ അങ്ങനെ പേടിച്ച ആ ബ്രഹ്മാവ് താൻ തന്നെ യാതൊന്നിലാണോ ആധാരമായി നിലകൊള്ളുന്നത്, ആ സ്ഥാനത്തെ തന്നെ രക്ഷയ്ക്കായി ആശ്രയിച്ചു. ഒന്ന് നോക്കി. എന്തിനാ നോക്കിയതിൻ്റെ അർത്ഥം എന്താണ്? തനിക്ക് മറ്റാരും ആശ്രയമില്ല, ഭഗവാനാകട്ടെ ഇവിടെ യോഗനിദ്രയിലുമാണ്. അതുകൊണ്ട് ഇനി ഈ
നോക്കിയതിൻ്റെ ഉദ്ദേശ്യം ഭഗവാൻ യോഗനിദ്ര വിടണമെങ്കിൽ ഭഗവാന്റെ കണ്ണുകളിൽ തഴുകിയിരിക്കുന്ന ആ നിദ്രാദേവി ഭഗവാന്റെ കണ്ണുകളെ വിട്ട് മാറണമെന്ന്. അപ്പോൾ ഇവിടെ നിദ്രാദേവി ഭഗവാന്റെ കണ്ണുകളെ തഴുകി അങ്ങനെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഭഗവാന്റെ ആ യോഗനിദ്രയിൽ നിന്നും ഭഗവാനെ ഉണർത്താനും കഴിയില്ല. ബ്രഹ്മാവിനാകട്ടെ മറ്റു യാതൊരു മാർഗവുമില്ല. ഭഗവാന്റെ ആ ഒരു കർണമലത്തിൽ നിന്നും പുറപ്പെട്ട മധുവും കൈടഭനും എന്ന രണ്ട് ഉഗ്ര അസുരന്മാരെ കണ്ടപ്പോഴേക്കും ബ്രഹ്മാവാകെ ഭയന്നുപോയി. അപ്പോൾ ഇങ്ങനെ തുഷ്ടാവ യോഗനിദ്രാം താം ഏകാഗ്രഹൃദയ സ്ഥിത, ആ യോഗനിദ്രയിൽ ഭഗവാന്റെ കണ്ണുകളിൽ അത്യന്തം ഭഗവാനെ തന്നെ ആ ഭഗവാന്റെ കണ്ണുകളിൽ തന്നെ കുടിയിരുന്ന് ദേവി നിലനിൽക്കുമ്പോൾ പ്രബോധനാർത്ഥായ ഹരിർ, ആ ശ്രീഹരി ഭഗവാനെ പ്രബോധനാർത്ഥായ ഉണർത്തുന്നതിനായിക്കൊണ്ട് ഹരിനേത്ര കൃതാലയം, ആ ഹരിയുടെ ശ്രീഹരി ഭഗവാന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നെങ്കിലും ഒരു കാര്യം ബ്രഹ്മാവിന് മനസ്സിലായി. ഭഗവാൻ ഉണരണമെങ്കിൽ നിദ്രാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകണം. നിദ്രാദേവി ആ കണ്ണുകളെ വിട്ടൊന്ന് മാറുവാൻ തയ്യാറാകണം. അതുകൊണ്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അടുത്തത് ആ നിദ്രാദേവിയെ തന്നെ, മായാഭഗവതിയെ തന്നെ അങ്ങോട്ട് മായാഭഗവതിയോട് തന്നെ അപേക്ഷിക്കാം എന്ന് കരുതി. എന്തിനാ? തന്നെ രക്ഷിക്കാൻ ഈ ഭഗവാന് മാത്രമേ കഴിയൂ. ആ കണ്ണുകളിൽ നിന്നൊന്ന് മാറിയിരിക്കുവാനായിട്ട്, സ്ഥാനമൊന്ന് ഒഴിഞ്ഞു കൊടുക്കുവാൻ പറയാനായിട്ട്. അതുകൊണ്ട് ബ്രഹ്മാവ് അടുത്ത പറയാണ്, ബ്രഹ്മോവാച വിശ്വേശ്വരീം ജഗദ്ധാത്രീം സ്ഥിതി സംഹാരകാരിണീം സ്തൗമി നിദ്രാം ഭഗവതീം വിഷ്ണോരതുല തേജസ. ഇവിടെ ചെറിയൊരു പാഠഭേദം കാണാം ഗ്രന്ഥങ്ങളിൽ. സ്തൗമി നിദ്രാം ഭഗവതീം വിഷ്ണോരതുല തേജസ് എന്നുള്ളിടത്ത് നിദ്രാം ഭഗവതീം വിഷ്ണോരതുലാം തേജസ പ്രഭു എന്നും കാണാം. രണ്ടും ശരിയാണ്. അപ്പോൾ ഇവിടെ പറയാണ് വിശ്വേശ്വരീം ജഗദ്ധാത്രീം സ്ഥിതി സംഹാരകാരിണീം. അമ്മയെയാണ് സ്തുതിക്കുന്നത്. അമ്മയെ സ്തുതിച്ചിട്ട് അമ്മയോട് അപേക്ഷിക്കുവാനാണ്. കാരണം എന്താ? വിശ്വേശ്വരീം, ഈ വിശ്വത്തിൻ്റെ മുഴുവൻ ഈശ്വരിയായിട്ടുള്ള ജഗദ്ധാത്രീം, ജഗത്തിന് തന്നെ അമ്മയായി വസിക്കുന്നവളും സർവ്വതിനും മാതൃരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളുമായിട്ടുള്ള സ്ഥിതി സംഹാരകാരിണി, സർവ ജഗത്തിൻ്റെയും സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും കാരണസ്വരൂപിയായി ഭവിക്കുന്നവളെ. അപ്പോൾ ഇവിടെ പറയാ, കാരണം ഇവിടെ അമ്മയ്ക്ക് സാദൃശ്യം പറയുവാനായി ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അത്യധികം തേജപ്രഭാവത്തോടു കൂടിയിരിക്കുന്നതായ ആ അമ്മയെ, അങ്ങനെ ആ അമ്മ കുടികൊള്ളുന്ന വ്യാപനശീലനായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ യോഗനിദ്രയെ ഞാൻ സ്തുതിക്കുന്നു. സ്തൗമി നിദ്രാം ഭഗവതീം. സ്തൗമി എന്നാൽ സ്തുതിക്കുന്നു. നിദ്രാം, നിദ്രയെ. ഇവിടെ ആ നിദ്രയിൽ കുടികൊള്ളുന്ന ഭഗവതി വിഷ്ണു ഒരു അതുല തേജസ്സഹ, ഭഗവാന്റെ ആ ഒരു അതുല്യമായ തേജസ്സിന് തുല്യമായിട്ടൊന്നുമില്ലാതിരിക്കുന്ന ആ ഭഗവാന്റെ കണ്ണുകളിൽ നിദ്രാരൂപത്തിൽ കുടിയിരിക്കുന്ന അല്ലയോ ഭഗവതി, വിശ്വത്തിന് മുഴുവൻ ഈശ്വരിയായിട്ടുള്ളവളെ, ജഗത്തിന് മുഴുവൻ അമ്മയായിട്ടുള്ളവളെ, അങ്ങനെയുള്ള അമ്മയെ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. അടുത്ത ശ്ലോകം. ത്വം സ്വാഹ ത്വം സ്വധാ ത്വം ഹി വഷട്കാരസ്വരാത്മികാ സുധാ ത്വമക്ഷരേ നിത്യേ ത്രിധാ മാത്രാത്മികാ സ്ഥിതാ. ത്വം സ്വാഹ ത്വം സുധാ ത്വം ഹി വഷട്കാര. ദേവി അവിടുന്ന് തന്നെയാണ് സ്വാഹ, അവിടുന്ന് തന്നെയാണ് സ്വധ. ഇവിടെ സ്വാഹ എന്ന് പറയുന്നത് അഗ്നിദേവന്റെ പത്നിയാണ്. ആ അഗ്നിദേവന്റെ പത്നിയായി വിളങ്ങുന്ന ധർമ്മപത്നിയായിട്ടുള്ള സ്വാഹ എന്ന് പറയുന്നത് അമ്മേ അവിടുന്നാണ്. സ്വധ ത്വം ഹി, പിതൃദേവന്റെ ധർമ്മപത്നിയാണ് സ്വധ. അപ്പോൾ സ്വധാദേവിയും അവിടുന്ന് തന്നെയാണ്. നമ്മൾ അഗ്നിയിൽ എന്തെങ്കിലും ഹോമിക്കുമ്പോൾ അതിൻ്റെ അവസാനം ആ മന്ത്രത്തിൽ സ്വാഹ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഹോമിക്കുക. അതേപോലെ പിതൃപൂജ ചെയ്യുമ്പോൾ പിതൃദേവന്റെ സ്വപത്നിയായിട്ടുള്ള ധർമ്മപത്നിയായിട്ടുള്ള സ്വധ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പൂജ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും അഗ്നിദേവന്റെയും പിതൃക്കളുടെയും
ധർമ്മപത്നിമാരാണ് സ്വാഹയും സ്വധായും. ഇത് രണ്ടും അമ്മേ അവിടുന്ന് തന്നെയാണ്. വഷട്കാര സ്വരാത്മിക. അടുത്ത പറയുകയാണ് അമ്മേ ദേവി ഈ യാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ യാഗരക്ഷാർത്ഥമായിട്ട് വജ്രസ്വരൂപമായി സങ്കല്പിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ യാഗാഗ്നിയിൽ നമ്മൾ ഹവിസ്സൊക്കെ പ്രോക്ഷണം ചെയ്യുന്ന സമയത്ത് ഉച്ചരിക്കപ്പെടുന്നതും ത്വമക്ഷരേ നിത്യേ ദേവി അവിടുത്തെ അക്ഷരം തന്നെയാണ്, അവിടുത്തെ നാമം തന്നെയാണ്. പിന്നെയോ ത്രിധ മാത്രാത്മിക സ്ഥിത സുധ മാത്രാത്മിക സ്ഥിത. ഇവിടെ പറയുകയാണ് സുധ എന്ന് പറയുന്നത് അമൃതായി തീർന്ന് ഈ ദേവന്മാർക്ക് മരണാദികളൊക്കെ ഇല്ലാതാക്കി കൊടുക്കുന്നതും അവിടുന്ന് തന്നെയാണ്. അടുത്ത ശ്ലോകം അർത്ഥമാത്രാസ്ഥിത നിത്യായാനുച്ചാര്യ വിശേഷത ത്വമേവ സന്ധ്യാ സാവിത്രി ത്വം ദേവി ജനനീ പരാ. അർത്ഥമാത്രാത്മിക സ്ഥിത നിത്യ. പ്രണവത്തിൻ്റെ ഓം എന്നുള്ള ആ പ്രണവ ശബ്ദത്തിൻ്റെ അർത്ഥമാത്ര രൂപമായ ഒരു ബിന്ദുവായിരിക്കുന്നതും സ്ഥിത നിത്യ അവിടുന്ന് തന്നെയാണ് അമ്മേ. ഞാൻ ഉച്ചാര്യാവിശേഷത. ഇവിടെ ഞാൻ ഉച്ചാര്യ വിശേഷത എന്ന് പറഞ്ഞാൽ അനുച്ചാര്യ എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കാൻ കഴിയാത്തതായിട്ടുള്ളത്. യാതൊന്നാണോ അനുച്ചാര്യ വിശേഷത, യാതൊന്നാണോ അങ്ങനെ ഉച്ചരിക്കാൻ കഴിയാത്തത്. എന്തുകൊണ്ടാ? സ്വരാക്ഷരങ്ങൾ ഇല്ലാതെ നമുക്ക് ഉച്ചരിക്കാൻ സാധ്യമല്ലാതെ ഇരിക്കുന്നതും ദേവി അവിടുത്തെ ആ ഒരു മായാവൈഭവം കൊണ്ടാണ്. ത്വമേവ സന്ധ്യാ സാവിത്രി. അവിടുന്ന് തന്നെയാണ് സന്ധ്യയായിട്ട്, പൂർവസന്ധ്യയായും അപരസന്ധ്യയായിട്ടും ഇങ്ങനെ സന്ധ്യാ സമയത്തെ ആ ഒരു സ്വരൂപമായി കുടികൊള്ളുന്നതും അത് ഉണ്ടാക്കുന്നതും അമ്മേ അവിടുന്ന് തന്നെയാണ്. സാവിത്രി ത്വം വേദജനനി വരാ. ദേവി വേദജനനി. വൈദിക കർമ്മങ്ങൾക്ക് മുഖ്യമെന്ന സാധാരണ വിധിയുള്ള ഈ ഒരു സന്ധ്യാകാലത്തിൽ ബ്രാഹ്മണരാൽ ഉപാസിക്കപ്പെടുന്ന ആ ഒരു ഗായത്രി രൂപിണിയും ഭഗവതി തന്നെയാകുന്നു. സന്ധ്യ സാവിത്രി ത്വം വേദജനനി പര. അതേപോലെ തന്നെ ശ്രേഷ്ഠയായിട്ടുള്ള ഉത്തമയായിട്ടുള്ള വേദജനനിയും ഭഗവതി തന്നെ. വേദം എന്ന് പറയുന്നത് തന്നെ അറിവാണ്. അപ്പോൾ വേദജനനി അറിവിൻ്റെ അമ്മയായിട്ടിരിക്കുന്നവൾ, അതും അമ്മ അവിടുന്ന് തന്നെയാണ്. അടുത്ത ശ്ലോകം ത്വയൈതത് പാല്യതേ ദേവി ത്വമൽസ്യന്തേ ച സർവദാ വിസൃഷ്ടൗ സൃഷ്ടിരൂപാ ത്വം സ്ഥിതിരൂപാ ച പാലനേ. ഇടയ്ക്ക് ഒരു വരി വിട്ടുപോയിട്ടുണ്ട്. ത്വയൈതത് ധാര്യതേ സർവം, അല്ലെങ്കിൽ ത്വയൈതത് ധാര്യതേ വിശ്വം, ത്വയൈതത് സൃജ്യതേ ജഗത്, ത്വയൈതത് പാല്യതേ ദേവി ത്വമപ്യന്തേത്സി സർവദാ, അല്ലെങ്കിൽ ത്വമൽസ്യന്തേ ച സർവദാ. രണ്ടു തരത്തിലും പാഠഭേദം ചില ഗ്രന്ഥങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ ത്വയൈതത് ധാര്യതേ വിശ്വം, എല്ലാ സമയത്തും ഇവിടെ വിശ്വം എന്നും സർവം എന്നും കാണാറുണ്ട്. രണ്ടും ശരിയാണ്. അതായത് വിശ്വം എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിനെ, സർവം എന്ന് പറഞ്ഞാൽ സർവ്വതിനെയും എന്നുള്ള രണ്ടും ഒന്ന് തന്നെയാണ്. എല്ലാം ഉൾക്കൊള്ളുന്നതാണ് വിശ്വം. അപ്പോൾ എല്ലാ കാലങ്ങളിലും എല്ലാ കൽപ്പകാലങ്ങളിലും ഈ ജഗത്തിനെ അല്ലെങ്കിൽ സർവ്വതിനെയും ത്വയി ഏതത് ധാര്യതേ, അങ്ങ് തന്നെയാണ് ധരിക്കുന്നത് അമ്മേ. ത്വയൈതത് സൃജ്യതേ ജഗത്, സൃഷ്ടിക്കുന്നതും അവിടുന്നാണ്. ത്വയൈതത് പാല്യതേ ദേവി, അവിടുന്ന് തന്നെയാണ് അതിനെ പരിപാലിക്കുന്നതും. പിന്നെയോ ത്വമപ്യന്തേത്സി സർവദാ, അവിടുന്ന്
ദേവി അവിടുന്ന് തന്നെയാണ് അവസാനം അതിനെ ത്വം അപി അന്തേ അന്തേ അതിൻ്റെ എല്ലാ അവസാനത്തിൽ അതിനെ സംഹരിക്കുന്നതും ദേവി അവിടുന്ന് തന്നെയാണ്. അടുത്ത ശ്ലോകം. വിസൃഷ്ടൗ സൃഷ്ടിരൂപാത്വം സ്ഥിതിരൂപാ ച പാലനേ തഥാ സംഹൃതി രൂപാന്തേ ജഗതോസ്യ ജഗന്മയേ. വിസൃഷ്ടൗ സൃഷ്ടിരൂപാത്വം, സൃഷ്ടിരൂപമായിട്ടുള്ളതും അവിടുന്നാണ്. അതായത് ലോക സൃഷ്ടിയൊക്കെ നടത്തുമ്പോൾ അതിനെയൊക്കെ സൃഷ്ടിക്കുന്നതും സൃഷ്ടിക്കേണ്ടതുമായിട്ടുള്ള സാധനഭൂതമായിരിക്കുന്നതും ദേവി തന്നെയാണ്. സ്ഥിതിരൂപാച പാലനെ, പാലിക്കുന്നതും പാലിച്ചുകൊണ്ടിരിക്കുന്നതും ദേവി അവിടുന്നാണ്. തഥാ സംഹൃതി രൂപാന്തേ എന്ന് കഴിഞ്ഞില്ല. അനന്തരം അവസാനത്തിൽ എല്ലാത്തിനെയും സംഹരിക്കുന്ന രൂപത്തോടു കൂടിയവളും അമ്മേ അവിടുന്ന് തന്നെയാണ്. ജഗതോസ്യ ജഗന്മയേ, അങ്ങനെയുള്ള ഈ ജഗത്ത് തന്നെ ജഗത് സ്വരൂപിണിയായ അമ്മ തന്നെയാണ്. അടുത്ത ശ്ലോകം. മഹാവിദ്യ മഹാമായ മഹാമേധ മഹാസ്മൃതി മഹാമോഹാ ച ഭവതി മഹാദേവി മഹാസുരി. മഹാവിദ്യ മഹാമോഹ ച ഭവതി മഹാവിദ്യ മഹാമായ മഹാമേധ മഹാസ്മൃതി. മഹാവിദ്യ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിദ്യയും അവിടുന്ന് തന്നെയാണ്. മഹാമായ എല്ലാത്തിനെയും മറയ്ക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതും അമ്മേ അവിടുന്ന് തന്നെയാണ്. ആ മായയും അവിടുത്തെ തന്നെയാണ്. വിദ്യാവിദ്യകളാകുന്ന ഈ മായ, ഈ അത്ഭുതം, ഈ ലീല അമ്മ അവിടുന്ന് തന്നെയാണ് രൂപമെടുത്ത് നടത്തുന്നത്. മഹാമേധ മഹാസ്മൃതി. മഹാമേധ, മേധ എന്നുള്ളതിന് ബുദ്ധിയെന്നും സാമർഥ്യമെന്നും ഒക്കെ അർത്ഥം കൽപ്പിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ മഹാമേധ എല്ലാവരുടെയും ഈ ഒരു അന്ധകരണത്തിൽ അല്ലെങ്കിൽ അർത്ഥധാരണത്തിൽ സാമർഥ്യം കൊടുക്കുന്നതായിട്ടുള്ള മേധയായി ബുദ്ധിയായി വസിക്കുന്നത്. മഹാസ്മൃതി, എല്ലാത്തിനെയും ഓർമ്മിപ്പിക്കുന്ന സ്മൃതിയായി ശക്തിയായി വസിക്കുന്നതും അമ്മേ അവിടുന്ന് തന്നെയാണ്. മഹാമോഹ ഭഗവതി. അതേപോലെ തന്നെ അമ്മേ മോഹമുളവാക്കുന്നത്, അതായത് ഈ ഭൗതിക ജീവിതത്തിൽ ലൗകികമായ വിഷയങ്ങളിലൊക്കെ താല്പര്യമുളവാക്കി അതിൽ ഭ്രമിപ്പിക്കുന്നതും അമ്മേ അവിടുന്ന് തന്നെയാണ്. മഹാദേവി മഹേശ്വരി അമ്മ അല്ലയോ മഹാമായേ, അവിടുന്ന് മഹാമായയാണ്, മഹാദേവിയാണ്, മഹേശ്വരിയാണ്. അമ്മേ അവിടുന്ന് തന്നെയാണ് ഐശ്വര്യവും വീര്യവും യശസ്സും ശ്രീയും ജ്ഞാനവും വൈരാഗ്യവും എന്നിങ്ങനെ എല്ലാം ഈ 6 ഭഗങ്ങളാണ് സാധാരണ പറയാറുണ്ട്. ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എന്ന് പറയുന്നതിന് വേണ്ട യോഗ്യതകളായി ഗുണങ്ങളായി പറയുന്നത് ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഈ 6 ഭഗങ്ങളും തികഞ്ഞവളാണ് ദേവി. അതുകൊണ്ട് ഭഗവതി, മഹാദേവി, മഹേശ്വരി, എല്ലാത്തിൻ്റെയും 3 ത്രിമൂർത്തികളെ പോലും നിയന്ത്രിക്കുന്ന മഹേശ്വരി, അല്ലെങ്കിൽ എല്ലാ ഈശ്വരന്മാർക്കും ബ്രഹ്മാദികളായ എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരിയായി വർത്തിക്കുന്നതും അമ്മേ അവിടുന്ന് തന്നെയാണ്. ഇനി അടുത്ത ശ്ലോകം. പ്രകൃതിസ്ത്വം ച സർവസ്യ ഗുണത്രയ വിഭാവിനി കാളരാത്രിർമഹാരാത്രി മോഹരാത്രിശ്ച ദാരുണാ. പ്രകൃതിസ്ത്വം ച സർവസ്യ സർവത്തിനും, ഈ കാണുന്ന സർവത്തിനും പ്രകൃതിത്വം ച പ്രകൃതിയായി പ്രകൃതി സ്വരൂപമായി അല്ലെങ്കിൽ ഉപാദാന കാരണമായിരിക്കുന്ന അല്ലയോ ദേവി ഗുണത്രയ വിഭാവിനി, 3 ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന, സത്വരജസ് തമോ ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന ദേവി അവിടുന്ന് തന്നെയാണ്. കാളരാത്രിർ മഹാരാത്രിർ മോഹരാത്രിശ്ച ദാരുണ. കാളരാത്രി എന്ന് പറയുന്ന ഇവിടെ ആ കൽപ്പ പ്രളയത്തെ, ആ സമയത്തെ ആ ഒരു ഭയങ്കരമായ ആ ഒരു മന്വന്തര പ്രളയമൊക്കെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ആ രാത്രി, മഹാരാത്രി,
അവിടെ അന്ധകാരത്തെ ജനിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവതി മോഹരാത്രിശ്ച ദാരുണ. ഈ രാത്രി എന്ന് പറയുന്നത് അന്ധകാരത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അഥവാ അജ്ഞാനത്തെ കാണിക്കുന്നതിന്. മോഹരാത്രിശ്ച ദാരുണ, മോഹമാകുന്ന അജ്ഞാനത്തെ അല്ലെങ്കിൽ അജ്ഞാനമാകുന്ന മോഹത്തെ ജനിപ്പിക്കുന്നതും അവർ തന്നെയാണ്. എന്നിട്ട് ഈ അമ്മ തന്നെയാണ്. എന്നിട്ടോ ഈ മോഹത്തിൽപ്പെട്ട് മോഹമാകുന്ന ഒരു ചുഴിയിൽപ്പെടുത്തി അവരെ, ഈ സംസാരികളെ വട്ടം കറക്കുന്നതും അവിടുന്ന് തന്നെയാണ്. ദാരുണ എന്നാ പറഞ്ഞത്. കാരണം സംസാരത്തിൽ കിടന്ന് ഉഴറുന്ന മനുഷ്യൻ അതിദയനീയമായ ഒരു അവസ്ഥയാണ് സത്യത്തിൽ കടന്നു പോകുന്നത് ഓരോ നിമിഷവും. അങ്ങനെ അതിദാരുണമായി അവരെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്ന ഭഗവതി, അതും അവിടുന്ന് തന്നെയാണ്. ഇനി അടുത്ത ശ്ലോകം. ത്വം ശ്രീസ്ത്വമീശ്വരി ത്വം ഹ്രീ 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 ത്വം ബുദ്ധിർബോധലക്ഷണ ലജ്ജാ പുഷ്ടിസ്തഥാ തുഷ്ടിസ്ത്വം ശാന്തി ശാന്തിരേവ ച. ത്വം ശ്രീസ്ത്വം ഈശ്വരിത്വം ഹ്രീത്വം ബുദ്ധിർബോധലക്ഷണ. ദേവി, ശ്രീത്വമുള്ളവരിൽ ത്വം ഈശ്വരി, ശ്രീരൂപിണിയായിരിക്കുന്നത് അവിടുന്നാണ്. ത്വം ഹ്രീ ത്വം ബുദ്ധിർബോധലക്ഷണ. അതായത് നമ്മൾ അകർത്തവ്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരുങ്ങുമ്പോൾ ഈ ലോകരെയൊക്കെ ശങ്കിച്ചിട്ട് ചെയ്യരുതെന്നുള്ള ഒരു തോന്നലുള്ളിൽ ഉളവാക്കുന്നതും ബുദ്ധിർബോധലക്ഷണ, ആ ഒരു തിരിച്ചറിവുള്ളിൽ ഉണ്ടാക്കുന്നതും അവിടുന്ന് തന്നെയാണ്. ലജ്ജാപുഷ്ടി തഥാ തുഷ്ടി സ്ത്വം ശാന്തി ശാന്തിരേവച. ലജ്ജാപുഷ്ടി, ലജ്ജാസ്വരൂപമായിട്ടും, പുഷ്ടി എന്ന് പറഞ്ഞാൽ സമൃദ്ധി, സമൃദ്ധി സ്വരൂപമായിട്ടും, തഥാ തുഷ്ടി, തുഷ്ടി സ്വരൂപമായിട്ടും, ശാന്തി ശാന്തിരേവച, ശാന്തി സ്വരൂപമായിട്ടും, അതേപോലെ ശാന്തി സ്വരൂപമായിട്ടും ക്ഷമാസ്വരൂപമായും വർത്തിക്കുന്നവളും ഏവച, അവിടുന്ന് ഒന്ന് തന്നെയാണ്. അടുത്ത ശ്ലോകം. ഖഡ്ഗിനി ശൂലിനി ഘോര ഗദിനി ചക്രിണി തഥാ ശംഖിനി ചാപിനി ബാണഭുഷുണ്ഡി പരിഖായുധ. ഖഡ്ഗിനി ശൂലിനി ഘോര, ഇതൊക്കെ ഖഡ്ഗിനി എന്ന് പറഞ്ഞാൽ ഖഡ്ഗം ധരിച്ചവള്, ശൂലിനി ശൂലം ധരിച്ചവള്, ഗദിനി ഗദ ധരിച്ചവള്, ചക്രിണി ചക്രം ധരിച്ചവള്, ശംഖിനി ശംഖം ധരിച്ചവള്, ചാപിനി ചാപം ധരിച്ചവള് തുടങ്ങിയ ആയുധങ്ങളൊക്കെ ധരിക്കുന്നവളായിട്ടുള്ളവൾ. ഇതൊക്കെ അമ്മയുടെ ഓരോരോ നാമങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മ കയ്യിലേന്തിയിരിക്കുന്ന ആയുധങ്ങൾക്ക് അനുസൃതമായി അമ്മയ്ക്ക് നൽകിയിട്ടുള്ള നാമങ്ങളാണ്. ഖഡ്ഗിനി ശൂലിനി ഘോര, ഘോരരൂപിണിയാണ് അമ്മ. പിന്നെ ഗദിനി ചക്രിണി തഥാ ശംഖിനി ചാപിനി ബാണഭുഷുണ്ഡി ഭുഷുണ്ഡി പരിഖായുധ, പരിഖം അമ്പ്, അതുപോലെ മുൾത്തടി, അതാണ് ബാണഭുഷുണ്ഡി. ചാപം, പരിഖം, മുൾത്തടി ഇവയെല്ലാം ആയുധങ്ങളോടുകൂടി അവിടുന്ന് ധരിച്ച് വിലസുന്നവളായിരിക്കുന്നല്ലോ. അങ്ങനെയുള്ളവളെ എന്ന് സംബോധന ചെയ്യുകയാണ് ഇവിടെ അമ്മയെ. ഇനി നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. അമ്മ അനുഗ്രഹിച്ചാൽ അമ്മ വേണ്ട വിധത്തിലൊക്കെ പറയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് അമ്മ പറയിപ്പിച്ച ഓരോ വാക്കും അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളട്ടെ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവി നമഃ.